എക്സ്ക്യൂസ് മീ, എന്റെ വൈഫിന്റെ പിറന്നാളെന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാമോ? ഞാൻ പറയാൻ മറന്നുപോയി. ശരി, വാവേട്ടന്റെ സുമേട്ടന്റെ ബിബി സുമേഷ്. വാവേട്ടന്റെ ബിബിക്കുട്ടി അല്ല ബിബിക്കുട്ട ഏട്ടൻ പറഞ്ഞു ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഭാര്യയുടെ അടുത്ത് ഞങ്ങളോട് പറയാൻ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. കണ്ടാ ജന്മദിനാശംസകൾ പറഞ്ഞേട്ടാ. അയ്യോ സുമേഷ് പോയി എടുത്തോടാ. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കറിയാം. ഇത് എവിടെയുള്ള പാർട്ടിയുടെ ബർത്ത്ഡേ ആണ്? പാർട്ടിയല്ല, ഇത് എന്റെ സ്വന്തം. അത് തന്നെ കൊല്ലത്തുള്ളതാണോ കോട്ടയത്തുള്ളതാണോ? കൊല്ലത്തുള്ള എന്റെ പിതാവാണത്. അതെ 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 അതെ. ആ, ഞാൻ എന്റെ മോളെ ബർത്ത്ഡേ കൂടെ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. ആണോ? ഓക്കെ ഓക്കെ, പറഞ്ഞേക്കാം. എന്താ മോളുടെ പേര്? പിന്നെ അറിഞ്ഞൂടാത്ത പോലെ കൊച്ചു കള്ള വാദിന്റെ കോമഡി കൊണ്ട്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഇനി ഭർത്താവ് ഒന്ന് ഭാര്യ വിഷയട്ടെ. ഭാര്യ എന്താ വിളിക്ക? ഭാര്യ വാവേട്ടാന്ന്. വാവേട്ടാന്നാണ് പലതും വിളിക്കല്ലടാ. സത്യം പറയൂ. പപ്പായിന്ന്. പപ്പായോ? പപ്പായല്ല, പപ്പായി. കുട്ടികൾ എന്താ വിളിക്ക? പപ്പായിയുടെ ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ, അത് ഞാൻ കുട്ടികളെ പോലെ തന്നെയാണ് അവളെ നോക്കുന്നത്. ഓ ഐ സി. ചേച്ചി ഒന്ന് നേരിട്ട് കാണണം. ആ, ഒരു ഒളിയും മറയും വേണ്ട, തുറന്നു പറയൂ. ബിബി, ഹാപ്പി ബർത്ത്ഡേ ഡേ. എൻ്റെ കൂടെ ഇത്രയും നാള് പത്ത് അത് പോട്ടെ, കൂടെ ഒരു ബർത്ത്ഡേക്ക് ഇങ്ങനെ ചാനലിൽ വന്ന് പറയാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ നിനക്ക് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഇതുവരെ ഭാര്യയോട് പറയാത്തൊരു കാര്യം തുറന്നു പറയൂ. പറയരുത്. ഹാപ്പി ബർത്ത്ഡേ ആണ് പറയുന്നത്, പറഞ്ഞ് ചളമാക്കരുത്. അതാണ് മോനെ പറയേണ്ടത് പറഞ്ഞു. പറയാനുള്ള അത്ര സാധനം പറയാം. കട്ടിലിന്റെ ബെഡിന്റെ അടിയിലായിട്ടിരിക്കുന്ന ഒരു പേപ്പറുണ്ട്. ആ പേപ്പറിന്റെ അടിയിലാണ് ഞാൻ സമ്പാദ്യം ഒളിപ്പിച്ചു വെക്കുന്നത്, നീ കാണാതെ. ഇവള് പറഞ്ഞേട്ടാ, അപ്പൊ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ തങ്കച്ചൻ കയറും. ശരിക്കും എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ബർത്ത്ഡേ വിഷ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചെറിയ സർപ്രൈസ് കിട്ടുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം എല്ലാവർക്കും അല്ലേ. അതിപ്പോൾ ബർത്ത്ഡേ ആണെങ്കിലും നമ്മളാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും. എന്തായാലും ഈ വേദിയിൽ വെച്ചിട്ട് ഞങ്ങൾക്കും കൂടെ ചേട്ടൻ്റെ വൈഫിന് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറ്റില്ലതാ അംബിക ചേച്ചി ഉണ്ട്. അപ്പം എല്ലാവരുടെ പ്രസൻസിലും ആ ഒരു വിഷസ് ഞങ്ങൾ അങ്ങോട്ട് ചൂടോടുകൂടി തന്നിരിക്കുകയാണ്. ഒരു ദിവസം വിത്ത് ഫാമിലി ഫ്ലോറിൽ വരണം. ബിബിമോള് വരും, വരുത്തി ഞാൻ. അതെ, അതാണ് ഈ വാവേട്ടൻ. ശരി, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളൊരു ടാസ്കിലൂടെ നമ്മളിതാ കടക്കാൻ പോവാണ്. നിങ്ങൾ റെഡിയാണോ? ഞങ്ങൾ റെഡിയാണല്ലോ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡില് ആദ്യത്തെ ഇവരുടെ ടാസ്ക്, നമ്മുടെ പ്രോപ്പർട്ടീസ് ഇവിടെ റെഡിയാണ്. പ്രോപ്പർട്ടീസ് എല്ലാം വെച്ച് ഒരു കിടക്കൻ ഗെയിമിലേക്ക് നമ്മൾ പോവാൻ പോവാ. ഈ ഗെയിമിന്റെ പേരാണ് പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിച്ച് ഞങ്ങളാണോ? നിങ്ങൾ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് പ്രോപ്പർട്ടി ആവാൻ പോവാ. ഒരുപാട് സിനിമകൾ ഒരുമിച്ച് നിങ്ങൾ ആ ഒരു ചെയിൻ സോങ് പോലെ നിങ്ങൾ കാണാൻ പോവാ. മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് കുട്ടി മാമ. നിങ്ങൾ ഞെട്ടാൻ പോവാ മാമ. കണ്ടോ? അപ്പൊ ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള പറഞ്ഞുതരാം. രണ്ട് ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കുക. ഫസ്റ്റ് ടീമിന്റെ ബോർഡ് എന്ന് പറയുന്നത് നമ്പർ 1 ആൻഡ് നമ്പർ 3. ഓക്കെ, അത് രണ്ടും ഫസ്റ്റ് ടീമിന്റെ മാത്രമാണ്. ആൻഡ് ഈ ടീമിന്റെ എന്ന് പറയുമ്പോൾ 2 and 4. ഈ ഗെയിം എങ്ങനെ കളിക്കണ്ടേന്ന് പറഞ്ഞാൽ ദാ അവിടെ ബൗളിൽ കുറച്ച് ലോട്ട്, ദാ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് ലോട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു പെയർ, അതായത് മൊത്തം 2 പെയറായിരിക്കും ഗെയിം കളിക്കണ്ടായിരിക്കുക. അപ്പോൾ ഒരു ടീമിൽ നിന്ന് ആദ്യത്തെ ലൈക്ക് പെയർസ് വന്നിട്ട് നിങ്ങൾ ലോട്ട് എടുക്കണം. അപ്പോൾ 2 സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടും. 2 പെയറും എടുത്ത് കഴിയുമ്പോൾ 2 സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ആദ്യത്തെ ചിലപ്പോൾ ഒരു സിനിമയുടെ പേരായിരിക്കും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ലൈനപ്പ്, നിങ്ങൾക്ക് ഒരു പ്ലോട്ട് നിങ്ങൾക്ക് തരും. അത് വെച്ചിട്ട് ആ എഴുതിയിട്ടുള്ള അതേ പേര് വെച്ചിട്ടുള്ള ഡ്രസ്സും കോസ്റ്റ്യൂംസും ആക്സസറീസും പ്രോപ്പർട്ടീസും എല്ലാം ബാക്കിൽ വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അതനുസരിച്ച് ഡ്രസ്സപ്പ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, അതിനുശേഷം ഏറ്റവും ആദ്യത്തെ ബസർ വരുമ്പോൾ അടുത്ത ടീം, അതായത് ഓപ്പോസിറ്റ് ടീം വീണ്ടും ഇത് ആവർത്തിക്കുക. വീണ്ടും ബസർ വരുമ്പോൾ നിങ്ങൾക്ക് വന്ന് പെർഫോം ചെയ്യാം. വീണ്ടും അടുത്ത ബസർ വരുമ്പോൾ നിങ്ങൾക്ക് അടുത്ത കോസ്റ്റ്യൂം ഇടാം. അങ്ങനെ ഇത് ലൈക്ക് നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, മാക്സിമം ഫണ്ണായിട്ട് നിങ്ങൾ ചെയ്യുക. ചിരിപ്പിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം.